മലപ്പുറം വെളിയങ്കോട്ട് ബൈക്ക് അപകടത്തിൽ കമ്പി തുളച്ചു കയറി യുവാക്കൾക്ക് ദാരുണാന്ത്യം എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വെളിയങ്കോട് സ്വദേശി ആഷിഖ്, കരിങ്കല്ലത്താണി സ്വദേശി ഫാസിൽ എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബുള്ളറ്റ് പാലത്തിൽ കൈവരി നിർമ്മിക്കുന്നതിനായി കിട്ടിയ കമ്പിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മുബഷീർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു വിവരങ്ങളുമായി. മുബഷീർ, വിഷമിപ്പിക്കുന്ന വാർത്തയാണ്. ഈ അപകടമുണ്ടായത് എങ്ങനെയാണ്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജയ, ഏറെ ദാരുണമായ സംഭവമാണ്. ഇന്നലെ രാത്രി ആയിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. മലപ്പുറം പൊന്നാനിക്കടുത്ത് വെളിയങ്കോട് വെച്ചാണ് രണ്ട് യുവാക്കളുടെ മരണത്തിനിടയാക്കിയ ഒരു ദാരുണമായ അപകടമുണ്ടാകുന്നത്. ബുള്ളറ്റിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു യുവാക്കൾ പൊന്നാനി ചാവക്കാട് ദേശീയപാതയിൽ ബുള്ളറ്റിൽ വരുന്നതിനിടയിൽ ആ ഒരു പാലത്തിൽ നിർമ്മാണം നടക്കുന്നതിനിടയിൽ പാലത്തിനു വേണ്ടി നിർമ്മിക്കുന്ന കൈവരിക്ക് വേണ്ടി അവിടെ സ്ഥാപിച്ചിരുന്ന കമ്പിയിൽ തട്ടിയാണ് ഈ ഒരു അപകടം സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവത്തിൽ രണ്ട് യുവാക്കളുടെയും ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ആ ഒരു സംഭവ സമയത്ത് തന്നെ ഈ ഒരു യുവാക്കളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ദൃക്സാക്ഷികൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെളിയങ്കോട് സ്വദേശി 22 വയസ്സുള്ള ആഷിഖ്, അതുപോലെ തന്നെ കരിങ്കല്ലത്താണി സ്വദേശി 19 വയസ്സുള്ള വിദ്യാർത്ഥിയായ ഫാസിൽ എന്നിവരാണ് മരിച്ചത്. ഇതിൽ ഏറ്റവും ദുഃഖകരമായ മറ്റൊരു സംഭവം, ഒരു 19 വയസ്സുള്ള വിദ്യാർത്ഥി ഫാസിലിന്റെ ജന്മദിനം കൂടിയായിരുന്നു ഇന്ന് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സുഹൃത്തുക്കളായിരുന്നു ഇവർ. ബൈക്കിൽ സഞ്ചരിച്ചു വരുന്നതിനിടയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ആ മേഖലയിൽ ദേശീയപാത നിർമ്മാണം ഉൾപ്പെടെ പുരോഗമിക്കുന്ന മേഖലയാണ്. പാലത്തിന്റെ കൈവരി നിർമ്മിക്കുന്നതിന് വേണ്ടി നിർമ്മാണ തൊഴിലാളികൾ അവിടെ കമ്പികൾ സ്ഥാപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്രതീക്ഷിതമായി ഒരു കമ്പികൾ കാണാൻ കഴിയാതെ ആ ഒരു മേഖലയിലേക്ക് ബൈക്ക് കടന്നു പോവുകയും ആ കമ്പികളിൽ തട്ടി അതിഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സുജയ.